എന്തിനാണ് വെടിക്കെട്ട്? വെടിക്കെട്ട് ആവശ്യമുണ്ടോ ഇല്ലയോ? വെടിക്കെട്ട് ആവശ്യമുണ്ട്. വെടിക്കെട്ട് ഈ ആഘോഷം ഇന്നലെ നമ്മൾ കണ്ടില്ലേ? ഇന്നലെ കണ്ട ആ വെടിക്കെട്ടിനേക്കാൾ വലിയ വെടിക്കെട്ട് തൃശ്ശൂർ പൂരത്തിൽ കാണാൻ പറ്റത്തില്ല. ഇന്നലെ ടെലിവിഷനിലൊക്കെ കണ്ടു. ഇതിങ്ങനെ അടിച്ച് പൊട്ടിക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ തൃശ്ശൂർ പൂരത്തിൽ പൊട്ടിക്കാൻ പറ്റത്തില്ല. വേണമെങ്കിൽ ആഘോഷിക്കാമായിരുന്നു തൃശ്ശൂർ പൂരക്കാർക്ക്, വെടിക്കെട്ട് കാണുന്നവർക്ക്. കാര്യം ഇത്രയും വലിയൊരു പൊട്ടിത്തെറി തൃശ്ശൂർ റൗണ്ടിലിട്ട് നടത്താൻ പറ്റത്തില്ല. പക്ഷെ എന്തുകൊണ്ടാണ് നമ്മൾ ആസ്വദിക്കാതിരുന്നത്? ദുരന്തമായതുകൊണ്ട്. അതിൻ്റെ പിന്നിൽ ആ എരിയുന്ന അല്ലെങ്കിൽ ഉരുകിപ്പോയ മനുഷ്യരെ ഓർക്കുമ്പോൾ നമുക്കത് ആഘോഷിക്കാൻ പറ്റുന്നില്ല. ഇവിടെയാണ് മനുഷ്യൻ്റെ മനഃശാസ്ത്രം വരുന്നത്. മനസ്സിലായല്ലേ? അപ്പോൾ ഇതൊരു ദുരിതക്കാഴ്ചയും കൂടെയാണ് സാർ, അല്ലേ? ഈ ദുരിതത്തെ നമ്മൾ ഉണ്ടാക്കിയതാണ്. മറിച്ച് ഈ വെടിക്കെട്ട് ഉത്സവം എന്നുള്ള അർത്ഥത്തിൻ്റെ വേറൊരു തലത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഉത്സവം എന്ന് പറയുന്നത്. വെടിക്കെട്ട് അമിട്ട് ഭൂമിയിൽ കുഴിച്ചിടുന്ന സാധനമാണ്, അല്ലേ? നമ്മൾ ആ ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ടതിന് എന്തിനാണ് നമ്മൾ തമോ ഗുണം എന്നാ പറയുക. ആ തമോ ഗുണം എല്ലാ മനുഷ്യൻ്റെ അടിയിൽ കിടപ്പുണ്ട് സാധനം, അല്ലേ? തമോ ഗുണം ഇല്ലാതെ പറ്റില്ല മനുഷ്യൻ ജീവിക്കാൻ. അതായത് 3 ഗുണങ്ങൾ, തമസ്, രജസ്, സ്വാത്വികം, ഈ 3 സാധനങ്ങളില്ലാതെ ഒരു വ്യക്തിക്ക് ജീവിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈ തമസിൽ, ഇരുട്ടിൽ, അതല്ലെങ്കിൽ അടിയിൽ, മണ്ണിൽ കുഴിച്ചിട്ടിരിക്കുന്ന സാധനം പോലെ നമ്മുടെ ഉള്ളിലുള്ള ആ ഊർജത്തെ ഉണർത്തി അറിവിനെയാണത് കാണിക്കുന്നത്. ആ അറിവിനെ ഉണർത്തി മുകളിലേക്ക് കൊണ്ടുവരുമ്പോഴത്തേക്കാണ് നമുക്ക് അറിവുണ്ടാവുന്നത്, വിജ്ഞാനം ഉണ്ടാവുന്നത്. ആ വിജ്ഞാനത്തിലൂടെ മാത്രമേ നമ്മുടെ ദുരിതങ്ങൾ നശിക്കുകയുള്ളൂ. മനസ്സിലായില്ലേ? തമസോ മ ജ്യോതിർഗമയ, ഇതിൻ്റെ ഈ ഒരൊറ്റ വരിയുടെ ഒരു പരിഭാഷയാണ്. അത് സാമൂഹികമായ, അതിൻ്റെ സൗന്ദര്യാത്മകമായ, ശാസ്ത്രീയമായ വെടിക്കോപ്പുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പരിഭാഷയാണ് ഈ വെടിക്കെട്ടെന്ന് പറയുന്നത്.